നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ശത്രുവിനെ, അതായത് നമ്മളുടെ ഒരു ശത്രുവിനെ എങ്ങനെ നമുക്ക് മിത്രമാക്കി മാറ്റാം എന്നതിനെക്കുറിച്ചുള്ളൊരു റീഡിംഗ് ആണ്. നമ്മളോട് എത്ര വൈരാഗ്യമുള്ളവരും നമ്മളെ എത്ര ശത്രുതയായിട്ട് കാണുന്നവരുടെയും മനസ്സ് മാറ്റി നമ്മളോട് ആ ശത്രുതാ മനോഭാവം മാറ്റി, ഇതൊരു മന്ത്രമല്ല, നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിയയാണ്. ഇത് വളരെ പവർഫുള്ളും എഫക്റ്റീവുമായിട്ടുള്ളൊരു കാര്യമാണ്. ഇത് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ആ ശത്രുവിനെ കൊണ്ടുള്ള ഉപദ്രവമെല്ലാം കുറഞ്ഞതായി കാണുവാൻ സാധിക്കും. നിങ്ങളോട് ദേഷ്യപ്പെട്ട് സംസാരിക്കുന്ന അവർ പതുക്കെ പതുക്കെ സ്നേഹത്തോടുകൂടി ശത്രുത ഇല്ലാതെ സംസാരിക്കുവാൻ തുടങ്ങും. നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്നത് നിർത്തും. ഇതിപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലുള്ളവരാവട്ടെ, നിങ്ങളുടെ ജോലി സ്ഥലത്തുള്ളവരാവട്ടെ, അവർക്കൊക്കെ വേണ്ടിയിട്ട്, അവരുടെയൊക്കെ ശത്രുതാ മനോഭാവം മാറുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓരോ വ്യക്തിയുടെ, അതായത് നിങ്ങൾക്കിപ്പോൾ 5 ശത്രുക്കളുണ്ടെന്ന് വെച്ചോ, ആ 5 ശത്രുക്കളുടെയും ശത്രുത മാറി അവർ നിങ്ങൾക്കെതിരെ പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടി ഓരോ ശത്രുവിനും ഓരോരോ തവണയായിട്ട് നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ ഒരു കർമ്മം ചെയ്യാനായിട്ട് ഒരു ചെറുനാരങ്ങയുടെ മാത്രം ആവശ്യമുള്ളൂ. ചിലപ്പോൾ നിങ്ങളിത് മുന്നേ കേട്ടിട്ടുള്ളതായിരിക്കാം. കർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. നേരത്തെ പറഞ്ഞല്ലോ, ഈ കർമ്മം ചെയ്യുന്നത് ഒരു ചെറുനാരങ്ങ ഉപയോഗിച്ചാണ് എന്ന്. അതുകൊണ്ട് തന്നെ ആദ്യം ചെറുനാരങ്ങ എടുക്കുക. ഒരു ചെറുനാരങ്ങ എടുത്താൽ മതിയാകും. ചെറുനാരങ്ങ നിങ്ങളുടെ വലത് ഉള്ളം കയ്യിലെടുത്ത് വെക്കുക. കിഴക്ക് തെക്ക് ദിക്കിൽ നോക്കി നിന്നിട്ട് വേണം നിങ്ങളുടെ വലത് ഉള്ളം കയ്യിൽ നാരങ്ങ വെക്കേണ്ടത്. അതിനുശേഷം നിങ്ങളുടെ മനസ്സിനുള്ളിൽ, അതായത് പുറത്തോട്ട് സൗണ്ട് കേൾക്കാത്ത രീതിയിൽ മൗനമായി നിങ്ങൾക്കെതിരെ ആരാണോ പ്രവർത്തിക്കുന്നത്, അതായത് നിങ്ങളെ ശത്രുവായി കണ്ടിട്ട് നിങ്ങൾക്കെതിരെ ആരാണോ നിങ്ങളുടെ നാശം ആഗ്രഹിക്കുവാൻ വേണ്ടി പ്രവർത്തിക്കുന്നത്, നാശം എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബപരമായി നാശം ആഗ്രഹിക്കുന്നവരാവാം, അല്ലെങ്കിൽ നിങ്ങളെ ജോലി സ്ഥലത്ത് നിങ്ങളെ തകർക്കുവാൻ ആഗ്രഹിക്കുന്നവരാവാം, നിങ്ങളെ മറ്റുള്ളവരുടെ മുമ്പിൽ അടിച്ചമർത്തുന്നവരാവാം. നിങ്ങളെ ആരാണോ ശത്രുവായി കാണുന്നത്, നിങ്ങൾ മനസ്സിൽ മൗനമായി പ്രാർത്ഥിക്കുക. നിങ്ങൾക്കെതിരെ ആരാണോ ശത്രുത കാട്ടുന്നത് അവരുടെ ചെയ്തികൾ മനസ്സിൽ പറയുക. ഓഫീസ് സംബന്ധമായിട്ടുള്ള ശത്രുതയോ, നിങ്ങളുടെ റിലേറ്റീവ്സോ, നിങ്ങളുടെ ഫ്രണ്ട്സോ എന്തോ ആകാം. ഇതിൽ ആരാണോ നിങ്ങളെ ശത്രുതാ മനോഭാവത്തിൽ കാണുന്നത് ആ വ്യക്തിയെ ഒഴിവാക്കി തരണമേ എന്ന് മനസ്സിൽ ഉള്ളുരുകി പ്രാർത്ഥിക്കുക. ഒരിക്കലും നിങ്ങൾക്കെതിരായി പ്രവർത്തിക്കരുതേ എന്ന് മനമുരുകി പ്രാർത്ഥിക്കുക. നാരങ്ങ ഉള്ളം കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കുക. അതിനുശേഷം 3 തവണ നിങ്ങളുടെ തലയ്ക്കൊഴിഞ്ഞതിന് ശേഷം ഒരു വേപ്പ് മര ചുവട്ടിൽ കുഴിച്ചിടുക. വേപ്പിൻ്റെ ചുവട്ടിൽ നിങ്ങൾക്ക് കുഴിച്ചിടുവാൻ സാധിച്ചില്ലെങ്കിൽ വേപ്പ് മര ചുവട്ടിൽ ഇട്ടിരുന്നാലും മതി. വേപ്പിൻ്റെ മരച്ചുവട്ടിൽ തന്നെ ഇടുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ കർമ്മം ചെയ്യേണ്ടത് ഞായറാഴ്ച ദിവസമാണ്. ഞായറാഴ്ച ദിവസം ഏത് സമയത്ത് വേണമെങ്കിലും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഇത് ചെയ്യാൻ പ്രത്യേകിച്ചൊരു സമയമില്ല. ഈ ഒരു കർമ്മം ചെയ്തതിന് ശേഷം പിന്നെ ഒരിക്കലും ആ ശത്രുവിനെ നിങ്ങൾ പേടിക്കേണ്ടതില്ല. നിങ്ങളുടെ എല്ലാ ശത്രുക്കൾക്കെതിരെയും ഈ ഒരു കർമ്മം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ശത്രു പോലും നിങ്ങൾക്കുണ്ടായിരിക്കുന്നതായിരിക്കില്ല. അതുകൊണ്ട് ഈ കർമ്മത്തെ വളരെ വിശ്വസ്തയോടുകൂടി ചെയ്യുക. വിശ്വാസമുള്ളവർ മാത്രമേ ഈ കർമ്മം ചെയ്യാൻ തുനിഞ്ഞിറങ്ങാവൂ. ഭദ്രകാളി ദേവീക്ഷേത്രത്തിൽ ശത്രു സംഹാര അർച്ചന കഴിപ്പിക്കുക. ദുർഗാദേവിയുടെ ക്ഷേത്രത്തിൽ ദേവിക്ക് ഇഷ്ട വഴിപാടുകളും സമർപ്പിക്കുക. കൃഷ്ണഭഗവാനെ മനസ്സുരുകി പ്രാർത്ഥിക്കുക. ഇത്രയും നാളും നിങ്ങൾക്ക് ആരാണോ റെസ്പെക്റ്റ് തരാതിരുന്നത് അവർക്കെതിരെയും നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ്. ഈ കർമ്മം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബഹുമാനം തരാത്തവർ നിങ്ങൾക്ക് ബഹുമാനം തരുന്നതായി കാണാൻ സാധിക്കും. നിങ്ങളെ അതിനുശേഷം ഇവർക്ക് ചതിക്കുവാനും സാധിക്കുന്നതായിരിക്കില്ല. അവരുടെ ഉള്ളിൽ നിങ്ങളെ ചതിക്കണമെന്നുള്ള ചിന്ത വന്നു കഴിഞ്ഞാൽ പോലും അവർക്ക് അതുപോലെ പ്രവർത്തിക്കുവാൻ സാധിക്കുകയില്ല. ചുറ്റും ശത്രുക്കൾ കാരണം വളരെയധികം പ്രയാസം നേരിടുന്നവരാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ ഒരു കർമ്മത്തെ വളരെ വിശ്വസ്തയോടുകൂടി നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ 100% നിങ്ങൾക്ക് ഫലം കാണുവാൻ സാധിക്കും.
ഏതൊരു കാര്യം വിശ്വസ്തയോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ ഫലം കാണുവാൻ സാധിക്കുകയുള്ളൂ. കർമ്മം ചെയ്യുന്ന ദിവസവും അതിൻ്റെ തലേ ദിവസവും മത്സ്യമാംസാദികൾ കഴിക്കുവാൻ പാടുള്ളതല്ല. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും വ്രതം നിന്ന് വേണം ഈ ഒരു കർമ്മം നിങ്ങൾ ചെയ്യുവാൻ. നിങ്ങളുടെ ശരീരത്തെ എപ്പോഴും ശുദ്ധമായി സൂക്ഷിക്കുക. നിങ്ങളുടെ ശരീരം ഇടയ്ക്കിടയ്ക്ക് പ്യൂരിഫൈ ചെയ്യാനുള്ള മെഡിസിൻ ഒരു വൈദ്യൻ്റെ സഹായത്തോടു കൂടി വാങ്ങിക്കുക. ഇത് ശത്രുക്കളിൽ നിന്നുണ്ടായ കൈവശത്തെ അകറ്റുവാൻ സഹായിക്കുന്നതാണ്. നിങ്ങൾക്ക് എല്ലാ ദിവസവും അല്ലെങ്കിൽ എല്ലാ ആഴ്ചയിലും ക്ഷേത്ര ദർശനം സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ മാസത്തിൽ 2 തവണയെങ്കിലും ക്ഷേത്ര ദർശനം നടത്തുവാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്കെതിരെയുള്ള ശത്രുക്കളുടെ നെഗറ്റീവ് എനർജിയിൽ നിന്നും നിങ്ങളെ സംരക്ഷിക്കുന്നതാണ്. ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമൻറ്റായും രേഖപ്പെടുത്താവുന്നതാണ്. ആർക്കെങ്കിലും എൻ്റെ പേഴ്സണൽ റീഡിങ്ങിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ എനിക്ക് മെസ്സേജ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം വ്യക്തമായി മനസ്സിലാക്കിയതിന് ശേഷം അതിൻ്റെ പരിഹാരങ്ങളും നിർദ്ദേശിക്കുന്നതാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.